എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഓക്കെ, കിഴി നിറയെ എന്റർടൈൻമെന്റ്സ്. ഓക്കെ, ഓക്കെ, പറ എന്താണ് അജണ്ട? ഇന്നിപ്പോ എന്താ കൊടുക്കുക? DQ ആക്കിയാലോ? ഓക്കെ, ദുൽഖറിന്റെ അപ്ഡേറ്റ്സ് ഉള്ള കിഴികളെ ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ഓക്കെ. പിന്നെ ചോദ്യം ഉണ്ട് കേട്ടോ, അതിന് 2 പോയിന്റ്. അങ്ങനെ പറയണ്ടേ? ഇവനത് നല്ല രീതിയിൽ പോകുമ്പോ അതിനിടയിലൂടെ മോശം പറഞ്ഞത് ഈ മോശം പറയും. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി എന്തിനാ പറയണേ? ഓക്കെ, ഫസ്റ്റ് കിഴി റൈഡ് 2 സിനിമയുടെ OTT റിലീസ് ജൂൺ 26 നെറ്റ്ഫ്ലിക്സിൽ. അജയ് ദേവ്ഗൺ നായകനായിട്ട് വന്ന സിനിമയാണ്. സിനിമ എത്തുകയാണ് അല്ലേ? ആരായിരുന്നു അളിയ സംവിധാനം? രാജ്കുമാർ ഗുപ്ത അല്ലേ? ആള് തന്നെയല്ലേ? അങ്ങനത്തെ ആരോ ആണെന്ന്. ഗുപ്തയാണ്. ഓക്കെ, രാജ്കുമാർ ഗുപ്ത തന്നെയാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ എടുത്തു പറഞ്ഞില്ലേ? അത് ആദ്യം പറഞ്ഞു. ഓക്കെ, അടുത്തത് ധനുഷ് നെക്സ്റ്റ് മൂവി. ഇത് അനിരുദ്ധായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. അനിരുദ്ധ് അടുത്തതായിട്ട് ധനുഷിൻ്റെ സിനിമയിൽ, അതായത് ധ്രുവ നക്ഷത്രം തിരുച്ചിത്രാമ്പലം എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷും അനിരുദ്ധും വീണ്ടും ഒരുമിക്കാൻ പോവാണ്. ഓക്കെ, തമിഴ് അരശൻ പച്ചമുത്ത് ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതായത് ലബ്ബർ പന്തിന്റെ ഡയറക്ടർ. എന്തൊരു കുടുങ്ങലത്! എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയുണ്ട്. ഫുള്ള് വെള്ളിയായിരിക്കും. അടുത്തത് സൂത്രവാക്യം. സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂലൈ 4 ഓക്കെ, ഷൈൻ ടോം ചാക്കോയും ബിൻസി അലോഷ്യസും നായികാനായകന്മാരായിട്ടെത്തുന്ന സിനിമയാണ്. യൂജിൻ ജോസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അടുത്തത് കാട്ടാളൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ സുനിൽ ഓൺ ബോർഡ് ആയിട്ടുണ്ടല്ലോ, ആൾറെഡി ഇത് അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ സുനിലെ നമ്മുടെ പെപ്പയെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആരാണ്? പോൾ ജോർജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. മാർക്കോയ്ക്ക് ശേഷം അവരുടെ അടുത്ത സിനിമയാണ്. എന്താവുന്നുള്ളത് കണ്ടറിയാം. എന്തൊക്കെ നാവ് തെറ്റിയാലും കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനല്ല ക്വസ്റ്റ്യൻ ഇതാണ്. അജ്മൽ എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിനിമയുടെ മെയിൻ, അതായത് ഒരു സിനിമയുടെ മെയിൻ സ്ക്രിപ്റ്റ് ആണോ അതോ ഡയറക്ഷൻ ആണോ എന്നാണ് ചോദ്യം. ഭയങ്കര ചോദ്യമാണല്ലോ ഇല്ലേ? പറഞ്ഞോ. സ്ക്രിപ്റ്റ് പിന്നെന്താ? അടിത്തറ എന്ന് പറയുന്നതാണ് സ്ക്രിപ്റ്റാണ്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ സാധനവും പണിത്തോട് ഉയർത്തി വരുന്നത്. അത് ശരി, അത്രേ ഉള്ളൂ. ഉയർത്താൻ ആളില്ലെങ്കിൽ ചോദിച്ച ചോദ്യം മനസ്സിലാക്കൂ ശിഷ്യ. ഒരു സിനിമ അതിന്റെ മെയിൻ സ്ക്രിപ്റ്റ് ആണോ ഡയറക്ഷൻ ആണോ? സ്ക്രിപ്റ്റ്. എന്റെ അഭിപ്രായത്തില്, അതായത് ഒരു കുട്ടി ഉണ്ടാണെങ്കിലേ അച്ഛനും അമ്മയും വേണ്ടേ? അത് തന്നെയാണ് ഇവിടെ. അതായത് ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കില്ല. വളരെ മികച്ച സ്ക്രിപ്റ്റ്, വളരെ മോശം ഡയറക്ഷൻ വന്ന ആ സിനിമ പൊട്ടി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇത് ഒരു സിനിമ ആവണമെങ്കിൽ ആദ്യം വേണ്ട സാധനം എന്തോ സ്ക്രിപ്റ്റ്. ശരിയാണ്, പക്ഷേ ഇത് നമ്മൾ കാണുന്നത് ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. അതാ പറഞ്ഞത്. അത് ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റില്ല. ശരിയാണ്, ഈ രീതിയിൽ വിലയിരുത്താം. തീർച്ചയായിട്ടും ഒരു സ്ക്രിപ്റ്റ്, ഒരു അടിത്തറ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്കാണല്ലോ പിന്നെ പണിതുയർത്തുന്നത്. അങ്ങനെ തന്നെയാണ്. നമ്മൾ ബേസ്മെന്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതത്രേ ഉള്ളൂ. പക്ഷേ ഈ ബേസ്മെന്റ് നല്ലതാണ്, ഓക്കെ. ഇത് നല്ലതായിട്ട് തന്നെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഡയറക്ഷൻ വേണം. നല്ലൊരു ബേസ്മെന്റ് ഉണ്ടായി, അതിന്റെ മുകളിൽ ഈർക്കിളി വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഈ ചോദ്യത്തിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം കിടിലൻ ചോദ്യം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ പല സമയത്തും സിനിമകളുടെ റിവ്യൂ പറയുമ്പോഴൊക്കെ നമ്മൾ പറയും ഡയറക്ഷൻ അടിപൊളിയാണ് പക്ഷെ സ്ക്രിപ്റ്റ് മോശമാണ്, അല്ലെങ്കിൽ പറയും സ്ക്രിപ്റ്റ് അടിപൊളിയാണ് ഡയറക്ഷൻ മോശമാണ്. ഇത് രണ്ട് സാധനവും പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് ഒരു സിനിമയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ കാര്യം നോക്കാം, അത് നല്ല എഴുത്തുകാർ ഇപ്പോൾ വളരെ കുറവാണ്. സത്യം, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
അത് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമല്ലോ അല്ലേ? അടുത്തത് അയ്യോ, അല്ലു അർജുൻ അറ്റ്ലി മൂവി ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, വിൽ സ്മിത്തിനെ ഇവരൊന്ന് ചെന്ന് കണ്ട് ഒന്ന് കിടുങ്ങിയോ? ഞാൻ അത് കേട്ടപ്പോ ഒന്ന് കിടുങ്ങിയായിരുന്നു. ഇപ്പൊ കിഴിയും കൂടി ഒന്നും കൂടി വിൽ സ്മിത്തുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറിയൊക്കെ ആളോട് പറഞ്ഞെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ആളെ കിട്ടുമോ നോക്കാം. ഇന്ത്യൻ സിനിമയല്ലേ, അടിച്ചു കയറി വരട്ടെ. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യം അതുകൊണ്ട് അതാണ് അല്ലേ സംഭവിച്ചാൽ മോനെ അറ്റ്ലിക്കതിനുള്ള പവർ ഉണ്ട് കേട്ടോ. അടുത്തത് സൗബിൻ സാഹിർ DQ മൂവി. തൂത്തുവരലാണല്ലോ. സിനിമയുടെ സ്ക്രിപ്റ്റ് അർച്ചന കവിയും മുനീർ അലിയും കൂടിയാണെന്നാണ്. അതായത് പറവയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മുനീർ അലി, ആളുടെ കൂടെ അർച്ചന കവി. ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അവരൊരുമിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ഇതേ എന്തായാലും സത്യമായേക്കാം. ഒന്നുമില്ലാതെ പോകുന്നില്ലല്ലോ. അതാണ്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അടുത്ത കിഴി. എന്തൊരു കഷ്ടാണ് നോക്കണേ. എന്താടാ 3-0. ദൃശ്യം 3. ദൃശ്യം ജിത്തു ജോസഫിന്റെ ചതി വേറെ, തോൽവി വേറെ, ജിത്തു ജോസഫിന്റെ ചതി വേറെ. രണ്ടും കൂടി എങ്ങനെ ഈ മലയാളികൾ സഹിക്കുന്നുള്ളതാണ്. താങ്ങും. ജിത്തു ജോസഫിന്റെ ചതി ചിലപ്പം മറ്റുള്ളവരെല്ലാരും സഹിക്കും. ഇവന് 2 ചതിയാണ്, തോൽവിയാണ്, അതിന്റെ കൂടെ ഈ ജിത്തു ജോസഫിന്റെ ആ ചതി കൂടി. എന്നാലും മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് യൂണിവേഴ്സ് ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്നാണ്. അത് അല്ലെങ്കിലും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതി കാണുമ്പോൾ അതിനൊരു രസമുണ്ട് എന്നല്ലാതെ കേൾക്കാനും ആർക്കത് അറിയാത്തത്. അതിലേക്ക് അതായത് കൂമലിലെ ആസിഫലിന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ മെമ്മറീസിലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറോ ഒക്കെ വന്നിട്ട് കേസ് അന്വേഷിച്ചിട്ട് ജോർജ് കുട്ടിനെ അങ്ങ് പോലീസ് പിടിച്ചിട്ട് അകത്താക്കുന്ന നിങ്ങൾ സംഭവം ശരിയാണ്, ക്ലാസിക് ക്രിമിനലൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ആള് ജയിലിൽ പോവില്ല. പാവം വരുൺ അടുത്തല്ലേ 3-ാം ഭാവം വരുന്ന ജാട തെണ്ടി ജാട എന്തോ ജിത്തു മാധവൻ DQ മൂവി. സന്തോഷായി. സിനിമ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ജിത്തു ജോസഫ് മാധവനും DQ ഒരുമിക്കുന്ന സിനിമ. അതായത് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടത്. യെസ്, അപ്പൊ സൂര്യ സിനിമയ്ക്ക് ശേഷമായിരിക്കണം മേ ബി നടന്നാലും. ആദ്യം മറ്റേ അയാം ഗെയിമിലൊന്ന് പോയി ജോയിൻ ചെയ്യട്ടെ. അയാം ഗെയിം തീർത്ത് കഴിഞ്ഞിട്ട് വേണം സൗബിന്റെ പടം. അത് തീർത്ത് കഴിഞ്ഞിട്ട് വേണം ജിത്തു മാധവന്റെ പടം. അതായത് ഐഡിയ പറഞ്ഞ സിനിമയൊക്കെ അതിന് ശേഷം. പക്ഷെ വേറെ കാര്യമുണ്ട്, 3 സിനിമയേ ഉള്ളൂ. 3 സിനിമയും ഒരു 10 വർഷം 6 വർഷം 2 വർഷം വെച്ച് ഓരോന്നിന്. അല്ല, മലയാളത്തിലാണ് ഈ പ്രശ്നമുള്ളൂ കേട്ടോ. മറ്റുള്ള ഒക്കത്താറുണ്ട്, കാന്തുണ്ട്, കാന്ത റിലീസ് ആവാൻ ഇരിക്കുകയാണ്. പിന്നെ ഗോലിയ എന്തായി നാവോ, അതിന്റെ ഒരു വിവരമില്ല കേട്ടോ. അതെ. അടുത്തത് ഇതൊരു 1-1.5 സാധനമാണ്. ഇത് മതി എനിക്ക് നമ്മുടെ സിദ്ദീഖിന്റെ അതിലാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ഭയങ്കര ഭയങ്കര ഇതായി പോകുന്ന സാധനമാണ്. അതേപോലെ തന്നെയാണ് അതിന്റെ തുടക്കത്തിലുള്ള മറ്റുള്ള ക്യാമറ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാട്ടാണ്. പിന്നെ അതിലുണ്ടല്ലോ മറ്റേ ക്യാമറയിൽ നോക്കിയിട്ട് കല്യാണം വിളിക്കുന്നത്. അത് ദിലീപ് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ അറിയാം. എന്നിട്ട് അത് ദിലീപിന്റെ. അതിന് മുന്നേ ഈ സാധനം ഇതിനി മറ്റേ സൗണ്ട് ഇല്ലാത്ത ക്യാമറ ആണെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ സാധനം കാണിക്കുന്നത്. അല്ല, അതിലെ ഹൈലൈറ്റ് ദിലീപിന്റെ സൂപ്പർ സാധനം. അത് വേണമെങ്കിൽ വന്ന് നക്കിട്ട് പോണേ ആ സാധനം. എന്താ സാധനം. പിന്നെ മറ്റേ ജോണി ആന്റണി ഉണ്ടല്ലോ, അതായത് മഞ്ജുപിള്ളയും ദിലീപും ഒരു വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് ജോണി ആന്റണി. ആള് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആര് എന്ത് പറ്റി ആ സമയത്ത് അത് ഞാനകത്ത് കിടന്ന് നിന്നെ തോണ്ടി കാണിക്കുന്ന സാധന നോക്കുന്നത്.
ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. മൂപ്പര് വന്നിട്ട് കാഷ്വലായിട്ട് നമ്മൾ വന്ന് ചോദിക്കുമല്ലോ, വലിയ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോ എന്താ ആരാ എന്നൊക്കെ ചോദിക്കൂലേ, അതാ ഇവര് മൈൻഡ് ചെയ്യാതെ എന്നിട്ട് സംസാരിക്കും സാർ. അതായത് അടുക്കളയില് അമ്മയും അത് മൂത്ത മകളോ അല്ലെങ്കിൽ പെൺകുട്ടി മനസ്സിലായില്ലേ, ഇവര് തമ്മിൽ അയൽവക്കത്ത് എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ കയറിയിട്ടേ എന്താ കാര്യം എന്താ ചോദിക്കുമ്പോ അപ്പുണ്ടല്ലോ അത് മെയിൻ ചെയ്യാതിരിക്കുന്ന ഒരു പരിപാടി. ആ അവര് ഭയങ്കര സംസാരിക്കുക. നമുക്കെന്താ അറിയാം, നമുക്കിത് പറഞ്ഞിരുന്നെങ്കിൽ കുറേ അവിടുന്ന് മുതൽ ഇവിടെ വരെ പറയണ്ടേ, അത് മനസ്സിലാക്കി തരാന്ന്. എന്തായാലും ബബ്ബ സിനിമ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ബബ്ബ സിനിമയുടെ ലാലേട്ടൻ്റെ പോർഷൻസ്, അതായത് ഒരു ഗോഡൗൺ ഫൈറ്റ് ആയിരിക്കും. ഗോഡൗണിലുള്ള ഒരു മാസീവായിട്ടുള്ള ഫൈറ്റ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് മുണ്ടും. അതില് വന്നിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഈ ബ്ലാക്ക് ഗോഡൗണ് അത് ഇൻഡോർ ആണല്ലോ, ഗോഡൗണിന്റെ ഉള്ളിലാവുമ്പോൾ അവിടെ പൊടിയാവാം, അങ്ങനത്തെ അതിന്റെ ആ ഒരു ആംബിയൻസ് ഭയങ്കരമായിരിക്കും. പിന്നെ അതിന്റെ ലൈറ്റിങ് അടിപൊളിയായിരിക്കും. പിന്നെ അവിടെ കുറച്ച് ഫയറും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും ലാലേട്ടന്റെ മുഖത്ത് ഈ കവിളിലേക്ക് ഇങ്ങനെ ആ ഒരു, അതായത് സ്ക്രീനിൽ വേണമെന്നില്ല, അവിടെ എവിടെയോ ഒരു ഗോൾഡൻ ഫയർ ഉണ്ടായാൽ മതി. ആ ഇത് ഇങ്ങനെ ബ്ലാക്കില് മുഖത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ഒക്കെ ആയിട്ടുള്ള സിനിമയാണ് എന്നാണ് കേൾക്കുന്നത്. എല്ലാവരുടെയും ലുക്കിലൊക്കെ ലാലേട്ടൻ ഫുള്ള് ബ്ലാക്ക് മുണ്ടും ബ്ലാക്ക് ഷർട്ടും, അത് സ്റ്റൈലിഷ് ലുക്കാണ്. അതാ പറഞ്ഞ ആ ഒരു ലുക്കിലാ വരുന്നെങ്കില് എന്തായിരിക്കും. ആ സമയത്ത് തിയേറ്റർ ഒന്നുകൂടി വിളിക്കണല്ലോ. നമ്മള് തന്മൂർത്തി ഒന്ന് കത്തിച്ചു. ഇതാണ് കുലിങ്ങ എന്ന് പറഞ്ഞ സാധനം. അതേപോലെ തന്നെ കുലിങ്ങുന്ന ഒന്നുകൂടി കാണണെങ്കിലേ അതിന് ടിനു ബാബുസിനെ നമ്മൾ ഒന്നും പറയില്ല. അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ചു ഇതിനകത്ത് BGM സാധനങ്ങളൊക്കെ ഏറ്റി കഴിയുമ്പോഴേ ഇതൊരു 1.5 കുലുക്കായിരിക്കുമല്ലോ. ഓരോ ഷോട്ടും അതാ പറഞ്ഞേ, കുല്ലുങ്ങൊന്ന് മൂപ്പര് ഇപ്പൊ നമ്മളത് കണ്ടാലും നമ്മളും വിചാരിക്കും ഓ ഇത് തിയേറ്റർ കത്തുട്ടോന്ന്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സാധനം, സംവിധായകൻ സ്ക്രിപ്റ്റ് നല്ല ഉണ്ടായിട്ട് കാര്യമില്ല. സംവിധായകൻ ആ രീതിയിൽ അത് ഒരുക്കിയിട്ടില്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് പോട്ടെ, സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഇതിന് വിഷൻ ഉണ്ട്, ആള് ഫ്രെയിമിലും ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സംവിധാനം ചെയ്ത് ഇതിന്റെ ഔട്ട് പുറത്തിറക്കുമല്ലോ, അത് സീനായിട്ട്. ആ സമയത്ത് അതിന്റെ പരാജയം കണ്ടില്ലേ, അല്ല ഷാള് കൊണ്ട് ഇങ്ങനെ മിന്നിക്കറക്കി അതിന്റെ റിവേഴ്സൊക്കെ വരുമ്പോൾ എന്തൊരു ബോറാണത്. കൊടുക്കേണ്ടത് അതാണ്, എന്താ പറയാ, നല്ല രീതിയിൽ മേക്ക് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കുറെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കാണുന്നവർക്കും കൂടി അതിന്റെ എഫക്റ്റ് കിട്ടണം. അത്രേ ഉള്ളൂ. മഴ നല്ല തകർത്തു മൂഡ്. ഓക്കെ, എന്നാ അടുത്ത കഴിയിലേക്ക് കിടക്കാം. അതുകൊണ്ട് മഴ പെയ്യുന്നോണ്ട് നിന്റെ കരച്ചിലാരും കാണൂല. 4-0 കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ പിടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ബബ്ബ സിനിമയുടെ ലാലേട്ടന്റെ പോർഷൻ ജൂലൈ 4-നാണ്. ജൂലൈ 6-4 ഇപ്പൊ അടുത്ത് പറഞ്ഞാൽ 4-ന് ആയിരിക്കും ഷൂട്ട് തുടങ്ങാന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ ആള് MMN പോയിട്ട് ജോയിൻ ചെയ്യും, അത് നാളെ. എന്നിട്ട് ജൂലൈ 4 ദിവസമല്ലേ ഉള്ളൂ, 4-5 ദിവസം. എന്താണെങ്കിലും നീ പിടിക്കുന്നു പറഞ്ഞില്ലായിരുന്നു ഗെയിം, ആകെ ഇനി ഒരു 2-3 കേക്ക് ഉണ്ടാവുള്ളൂ. 4-0 ഒരെണ്ണം കിട്ടിയാ മതി. ഒന്നൊക്കെ മതിയേ, അഹങ്കാരത്തിന് പിന്നെ അതൊക്കെ ധാരാളല്ലേ. അതൊരു ജയചന്ദ്രന് അഹങ്കാരം കാണിക്കാനാണെങ്കിൽ ഒരെണ്ണം പോലും വേണ്ട, എല്ലായിടത്തും എല്ലാരും ജയിച്ചിട്ടാണോ നിൽക്കുന്നത്? അല്ല, പരാജയമാണ് ഏറ്റവും അങ്ങനെയല്ല, ജയിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ചിലത് നേടിയിട്ട് അത് വലുതാണെന്ന് കാണിക്കാൻ പറ്റണം. ജയിച്ചവർക്ക് തോന്നണം ഇതിപ്പോ ഞാൻ വെറുതെ ഇതിപ്പോ ശരിക്കും അതായത് ഞാൻ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. 100-100 അല്ലെങ്കിൽ 98-99 വാങ്ങിയവരെ അവിടെ ഇരുന്ന് അഭിമാനത്തോടെ തന്നെ ഇരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ജസ്റ്റ് പാസിൽ നമ്മൾ ആഘോഷിക്കുന്നത് അവരേക്കാളും മുകളിലാണ്. അവരിങ്ങനെ കരുതുമേ ഇപ്പൊ എനിക്കാണോ മാർക്ക് കൂടുതലോ ഇവനാണോ മാർക്ക് കൂടുതൽ പറ്റും. ഇതിന്റെ അവസാനം ഇപ്പൊ ഇത് ഞാൻ അങ്ങനെ ആകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടി ഒരിക്കലും ആവൂല. ഗെയിം തുടങ്ങട്ടെ. നീയാണ്, ഞാനാ ബബ്ബ എടുത്തപ്പോ ആണോ? അപ്പൊ അടി SK24 SK24ന്റെ ഇന്നലെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സായി അഭയൻകർ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് തികച്ചും റൂമറുകൾ മാത്രമാണെന്ന്
അവരങ്ങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സന്തോഷമായ അപ്പൊ അതിന് കാത്തിരിക്കണ്ടേ, അതിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണം, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അതായത് SK24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ കൂടിയാണ് ഒരു വലിയ സിനിമ ആകാൻ പോകുന്ന സാധനമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് വലിയ ന്യൂസാണ്. അടുത്ത ജനനായകൻ സിനിമയുടെ ക്ലൈമാക്സിൽ എന്തോ ഒരു സംഭവം അനിരുദ്ധ് പണി വെച്ചിട്ടുണ്ടെന്നാണ് അനിരുദ്ധ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വിജയ് ഫാൻസിന് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഐറ്റം ഉണ്ടാവുമായിരിക്കും, എന്താണോ അവലെ എന്താണെങ്കിലും അത് ഭയങ്കര ത്രില്ലായി. ബീച്ചിൽ ഒരുക്കി വെച്ച പോലെ ആവോ അയ്യോ ഒരു സോങ് പക്ഷെ അനിരുദ്ധല്ലോ ഒരുക്കിയത്. സോങ് ഏതായിരുന്നു? ഒരു സോങ് ഉണ്ടായിരുന്നേ മറ്റേ സാധനം എന്താ മണലിൽ കൂടിയൊക്കെ ഉള്ളത്, അത് അടിപൊളിയായിരുന്നല്ലോ. ഏതാ അതിന് മുന്നേ അല്ല, ജിംഖാനൊക്കെ അതിന്റെ മുന്നേ. ക്ലൈമാക്സിലുള്ള സാധനം ജിംഖാനയാണോ? വേറെ ഏതാ ലാസ്റ്റ്? അതന്നെ ക്ലൈമാക്സിൽ ലാസ്റ്റ് എന്നിട്ട് അതിന്റെ വേറെ അത് തന്നെ കൊണ്ടുവിടുകയാണ്. ഇതല്ല വേറെ അതിന് മുമ്പ് എപ്പോഴാണ് ബീസ്റ്റില് മറ്റേ അത് ലാസ്റ്റ് അല്ലല്ലോ, അത് ലാസ്റ്റ് അല്ലേ? വേറെ ഏതാ ലാസ്റ്റ് സോങ്? ലാസ്റ്റ് വേറൊരു സോങ് ഇട്ടില്ലായിരുന്നോ? ഡാൻസ് മാസ്റ്ററും എല്ലാരും കൂടി ഡാൻസ് കളിച്ചത്. അതാണ് ജിംഖാന, ജൂലിയ ജിംഖാന. അതാണോ ജിംഖാന? അവരെല്ലാവരും വേറെ കോസ്റ്റ്യൂമിൽ വന്ന്. അതാണോ ജിംഖാന? എന്നാ ഓർമ്മയില്ല. അത് അടിപൊളി സാധനം. അത് ഓക്കെ. ഞാൻ വിചാരിച്ചു ജിംഖാന ശരിക്കും അതിന്റെ ഇടയ്ക്ക് മറ്റേ ഇവളെ കാണുന്ന സമയത്തുള്ള സാധനം. അത് വേറെ അറബിക്കുത്താണ് ഓളെ കാണുന്ന. ഓക്കെ, അറബിക്കുത്താണ്. അപ്പം ശരിയാട്ടോ, ജൂലിയ ജിംഖാന. ഇത് മതി കൊള്ളാം. അടുത്തത് ഷെയ്ൻ നിഗം അമൽ നീരദ് മൂവി കഴിഞ്ഞടാ. പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി അമൽ നീരദ് മൂവി. ഓക്കെ, അങ്ങനെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. പോലെ അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. മുൻപിട്ട് ഡയലോഗ് ഒരെണ്ണെങ്കിലും കിട്ടണമായിരുന്നേ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതേ കയറി പിടിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്നില്ല, ഇങ്ങനെ നിരാശ കാമുകനായിട്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ നിന്നോട് എന്ത് പറയാനാണ് കേട്ടോ. നല്ല ഞാൻ എന്റെ കഴിവ് പുറത്തുവിടുക, അഭിനയിക്കാനുള്ള കഴിവ് കാണുന്നവർക്ക് മനസ്സിലാക്കി ഇവൻ നല്ലൊരു നടനാണല്ലോ. അത് നിർബന്ധമാണ്. പിന്നെ അതായത് ഞാൻ 80% ഇടുന്നുള്ളൂ, അതിൽ നിങ്ങൾ കാണുന്നത് 60% ആയിരിക്കും. 20% മീശ ഇമോഷൻസിനെ മറച്ചു വെക്കും. ആരോ വെപ്പ് വീശത് അത് കണ്ടില്ലായിരുന്നു. ഞാൻ ചിരിക്കും എന്തേ വെപ്പ്. മറ്റേ ഇയാളോട് കരയാടാ, നീ കരലടാ, നിന്റെ മീശ വളരുന്ന് പറഞ്ഞില്ലേ, അതേപോലെ അജാതി മീശ. ഇത് വെപ്പൊന്നല്ലട്ടാ, അതൊക്കെ ഒറിജിനലാ. സംഭവം ഒറിജിനലാണ്, പക്ഷെ അത് കേൾക്കുമ്പോ ഒരു രസം. നീ സന്തോഷിക്കടാ, നീ സന്തോഷിക്ക്, ആറുമാതിക. അപ്പൊ എന്തായാലും പോട്ടെ, ജനനായകല്ലേ, ജനനായകനില് ആ കത്തിയോണ്ട് ഇങ്ങനെ മീശ മോളിക്ക് ഇന്റെ അതേ ലുക്ക് ഉണ്ട് കേട്ടിട്ട് കമന്റ് കണ്ടത്. അത് നീ കാണൂല, അത് നീ കാണൂല അല്ലേ? അത് നീ കാണൂല, കണ്ടില്ല. കാണൂല. അല്ലെങ്കിൽ നിന്നെ സൂചിപ്പിക്കണ എന്തിനാണ് ഞാൻ നോക്കണേ? ഞാൻ നോക്കാലോ, നിന്നെ മോശം പറയണ കമന്റ് അപ്പൊ ചാടി ഞാൻ ക്യാച്ച് ചെയ്യും. അപ്പൊ എന്തായാലും പോട്ടെ, ഞാൻ ഒരു കമന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു സാധനം. പിന്നെ എപ്പോഴെങ്കിലും ഒരു കമന്റിന് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് വേറെ സാധനം ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞു ഓർത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, തപ്പി എടുക്കണം. അപ്പൊ എന്തായാലും പോവാം. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റു വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ.